നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മെഷീൻ എംബ്രോയിഡറി ചെയ്യാൻ ഉപയോഗിക്കുന്ന ബേസിക് സ്റ്റിച്ചസ് ആണ് ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. അതൊരു ഡിസൈനിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നു. ഈ കാണുന്ന ഉഷ ജനോ വണ്ടർ സ്റ്റിച്ച് സൂയിങ് മെഷീനിലാണ് ഇന്ന് എംബ്രോയിഡറി ചെയ്യുന്നത്. എന്നാൽ ഇനി ചെയ്തു തുടങ്ങാം. റണ്ണിങ് സ്റ്റിച്ചാണ് ആദ്യം കാണിക്കുന്നത്. ആദ്യം നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് സെലക്ട് ചെയ്യണം. അതെൻ്റെ പഴയ വീഡിയോയിലെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. എൻ്റെ മെഷീനിൽ അത് എയിലാണുള്ളത്, അതുകൊണ്ട് ഞാൻ എ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഡിസൈൻ എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് നോക്കാം. റണ്ണിങ് സ്റ്റിച്ച് ഉപയോഗിച്ച് വളരെ മനോഹരമായിട്ട് ഡിസൈൻ നമുക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കും. അടുപ്പിച്ചടുപ്പിച്ച് സ്റ്റിച്ച് ചെയ്യണം എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അടുത്തതായി ഞാൻ കാണിക്കുന്നത് സാറ്റിൻ സ്റ്റിച്ചാണ്. സാറ്റിൻ സ്റ്റിച്ച് കിട്ടുന്നതിന് സിഗ്സാഗ് സ്റ്റിച്ചാണ് സെലക്ട് ചെയ്യേണ്ടത്. വളരെ നന്നായിട്ട് അടുപ്പിച്ച് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഡിസൈനിൽ അടുപ്പിച്ച് സ്റ്റിച്ച് ഫില്ലാകുമ്പോഴാണ് അത് ഭംഗിയായിട്ട് നമുക്ക് കിട്ടുന്നത്. നമ്മൾ മെഷീൻ എംബ്രോയിഡറി ചെയ്യുമ്പോൾ വളരെ അധികം ഡിസൈനുകൾ ഫില്ല് ചെയ്യാനായിട്ട് സാറ്റിൻ സ്റ്റിച്ച് ഉപയോഗിക്കാറുണ്ട്.
അടുത്തതായിട്ട് കാണിക്കുന്നത് റൗണ്ട് സ്റ്റിച്ച്. റൗണ്ട് സ്റ്റിച്ച് ചെയ്യുന്നതിന് റണ്ണിങ് സ്റ്റിച്ച് തന്നെയാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഡിസൈൻ ഫില്ല് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് റൗണ്ട് സ്റ്റിച്ച് ഉപയോഗിക്കാം. ഡിസൈൻ ഭംഗിയാക്കാൻ സാറ്റിൻ സ്റ്റിച്ച് കൊണ്ട് അതിൻ്റെ വാക്കുകൾ നമുക്ക് തയ്ക്കാം. അടുത്തത് ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചാണ്. ഇത് ഡിസൈനുകൾ ഫില്ല് ചെയ്യാൻ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റിച്ചാണ്. ഈ സ്റ്റിച്ച് കിട്ടുന്നതിനും നമ്മൾ സിഗ്സാഗ് സ്റ്റിച്ചാണ് ഉപയോഗിക്കേണ്ടത്. ഈ സ്റ്റിച്ച് ഉപയോഗിച്ച് ഡിസൈൻ ഫില്ല് ചെയ്യുന്നത് വളരെ മനോഹരമാണ്.
അടുത്തതായി ഞാൻ കാണിക്കുന്നത് വേവ് സ്റ്റിച്ചാണ്. ഇതിനെ വാട്ടർ സ്റ്റിച്ച് എന്നും പറയാറുണ്ട്, കാലിബാലി എന്ന് പറയാറുണ്ട്. അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഒരു സ്റ്റിച്ചാണിത്. റണ്ണിങ് സ്റ്റിച്ച് ഉപയോഗിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. ഡിസൈനിൻ്റെ വക്കുകൾ സാറ്റിൻ സ്റ്റിച്ച് ഉപയോഗിച്ച് ഭംഗിയാക്കാം. അഞ്ച് ബേസിക് സ്റ്റിച്ചസ് ആണ് ഇന്ന് നമ്മൾ ചെയ്തത്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കടന്നു വരാം. നന്ദി.